ഗായ്സ് അങ്ങനെ നമ്മളൊക്കെ എൻ്റെ അത്യസാസ്യമായ ഇടപെടൽ മൂലം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മളപ്പോൾ ക്യൂ നിന്ന് മച്ചന്മാരൊക്കെ എപ്പോഴും ക്യൂ നിന്നുകൊണ്ടിരിക്കണം. ഇതുവരെ കിട്ടിയില്ല. പക്ഷേ നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ച് പള്ളി കാണാൻ പോകണമെങ്കിൽ നമ്മൾ പള്ളി പരിസരത്ത് എത്തിയോണ്ട് തന്നെ കാലടിക്ക് കയറാൻ പറഞ്ഞു. അല്ലെടുക്കാൻ വേണ്ടി ഹൗസും കാര്യമൊക്കെ പോയതാണെങ്കിൽ ഈ നമുക്ക് നിങ്ങൾ കാട്ടുന്നത് വേറെ എന്തൊക്കെയാണ്. ഇവൻ്റെയൊക്കെ തല്ല് തലച്ചോറാണോ നെയ്ച്ചോറാണുള്ള സംശയങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവലെ കാട്ടിക്കൂട്ടിലാണ് ഇടയ്ക്ക് നിൽക്കുന്നു തോന്നലുണ്ട്. ഇവലാണെങ്കിൽ ഈ കുട്ടികളെ പാർക്ക് കുട്ടന്മാർ അവിടെ ഓരോ സാധനങ്ങൾ തൊട്ടും പിടിച്ചിട്ടും തോണ്ടിയിട്ടും മന്തിയിട്ടും കിടക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറ്റിയതിന് മുമ്പ് വന്നപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാം കണ്ട അവസാനം പള്ളിയുടെ ഏറ്റവും ടോപ്പിലെത്തിയതും പിന്നെ അവിടെ നിന്ന് ഉണർച്ച തുടങ്ങി. പിന്നെ ഏറെ പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരും താഴത്ത് ഞാൻ പറഞ്ഞ കഥകളിലൊക്കെ സംശയം നമ്മളൊക്കെ അവിടുത്തെ വലിയകുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിന് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പുതിയൊരു സാധനം കാണാൻ പറ്റും. ഇവിടുത്തെ തങ്ങളെ കാൽപ്പാത അത്രേ ഇതാണ് ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞതാണ്, അതാണ് ഇതാണ് ആനയാണ് തോട്ടിയാണെന്നൊക്കെ അവർ കുറേ പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ ഇത് എന്തിനാ അവിടെ ഒരു കാൽപ്പാതം വന്നു എന്നുള്ളൊരു സംശയം പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ഞാൻ അവിടുന്ന് വെല്ലാണ് പോകുന്നു. അടുത്തായിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി അതേപോലെ തന്നെ വീണ്ടും പൊന്നാനി ബീച്ചിലേക്കാണ്. നമ്മളെല്ലാം കൂടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് ആ സൈഡിലേക്കല്ല പോയത്, ഇപ്പത്തെ സൈഡിലേക്കാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഇതാ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാക്കാനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഈ തിരമാലൊക്കെ ചൂണ്ടയുടെ അയാളുടെ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ കാക്ക ചില്ലറക്കാരനല്ല, ഇതിൽ ഒരുപാട് മീനെ പിടിച്ചിട്ടുണ്ട്. ഞാനാണ് ഇപ്പോഴാണ് ഈ തിരമാലിൽ ചൂണ്ടിടുന്നത് പറഞ്ഞത്. നമ്മളെ ബുദ്ധി ഭയങ്കര ചെറുതും ലോകം ഒരുപാട് വലുതായ കാരണത്താൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മളപ്പോൾ വന്ന മണികളൊക്കെ പിന്നെ കാക്കാടെ ശിഷ്യന്മാരെ കൂടുതലുള്ള പരിപാടിയിലാണ്. പോലാണ് ഈ കാക്കാനി മോട്ടറാക്കി 4 ഓർ നിൽക്കുകയാണ്. അതെന്ത് കഥങ്ങായി ഒന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് വെയിലുണ്ട് എടുത്ത് നമ്മൾ മെല്ലെ അവിടെ സ്കൂട്ടാവുകയാണ്. വെയിലിന്റെ കാടിഞ്ഞുമ്പോൾ എല്ലാവർക്കും നന്നായി ഇതായിക്കൊണ്ട് അതുകൊണ്ട് അടുത്ത് കണ്ടൊരു കരിമ്പ് കടയിൽ നമ്മൾ മെല്ലെ കയറി ഓരോ കരിമ്പണ് കുടിച്ചു. അപ്പോൾ ഓക്കെ ഞാൻ കുടിച്ചിട്ട് വരാം.